വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനം. വാർസോ 1933. നിത്യവ്രത വാഗ്ദാനത്തിനു മുൻപുള്ള പരിശീലന കാലം. നിത്യവ്രത വാഗ്ദാനത്തിനൊരുക്കമായുള്ള പരിശീലനത്തിന് പോകണമെന്നറിഞ്ഞപ്പോൾ അതുവഴി ലഭിക്കുന്ന വലിയ കൃപകൾ ഓർത്ത് ഞാൻ വളരെ സന്തോഷിച്ചു. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ പോയി ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ ശബ്ദം കേട്ടു: എൻ്റെ കുഞ്ഞെ, നീ എൻ്റെ ആനന്ദമാകുന്നു. നീ എൻ്റെ ഹൃദയത്തിൻ്റെ സാന്ത്വനമാണ്. നിനക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്ര കൃപകൾ ഞാൻ നിനക്ക് തരുന്നു. എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ അതിശക്തവും അത്യഗാധവുമായ കരുണയെപ്പറ്റി ലോകത്തോട് പറയുക. പരിശീലനത്തെപ്പറ്റി അറിയുന്നതിന് കുറച്ചാഴ്ചകൾക്ക് മുൻപ് ഞാൻ ഒരു നിമിഷത്തേക്ക് ചാപ്പലിൽ കയറിയപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു: ഇപ്പോൾ മഠാധികാരികൾ ഏതെല്ലാം സിസ്റ്റേഴ്സ് നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. എല്ലാവർക്കും ആ കൃപ ലഭിക്കുകയില്ല. അവരുടെ തന്നെ കുറ്റം കൊണ്ടാണത്. ചെറിയ കൃപകളെ ശരിയായി പ്രയോജനപ്പെടുത്താത്തവർക്ക് വലിയ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എൻ്റെ കുഞ്ഞെ, നിനക്ക് ഈ കൃപ നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആത്മാവ് സന്തോഷം കൊണ്ട് അത്ഭുത പരതന്ത്രയായി. കാരണം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സിസ്റ്റേഴ്സിൽ ഒരാൾ എന്നോട് പറഞ്ഞു: സിസ്റ്റർ, നീ പരിശീലനത്തിന് പോകാൻ സാധ്യതയില്ല. നിനക്ക് വ്രതവാഗ്ദാന സ്വീകരണത്തിനുള്ള അനുവാദം ലഭിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ആ സഹോദരിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് അനുഭവപ്പെട്ട വലിയ വേദന എനിക്ക് പറ്റുന്ന വിധത്തിൽ ഞാൻ മറയ്ക്കാൻ ശ്രമിച്ചു. ഓ ഈശോയെ, അവിടുത്തെ മാർഗങ്ങൾ എത്ര വിചിത്രം! സ്വയമേ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്തെന്നാൽ ഈശോ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പരിശീലനത്തിന് പോകുക തന്നെ ചെയ്തു. പരീക്ഷണങ്ങളുടെയും വേദനകളുടെയും നിമിഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വെളിച്ചവും ആത്മീയ ശക്തിയും ഞാൻ പ്രാർത്ഥനയിലൂടെ ആർജിച്ചു. ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഒരു മഠത്തിൽ സംഭവിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. വിചിത്രമെന്ന് പറയട്ടെ, ദൈവം ചിലപ്പോൾ ഇതെല്ലാം അനുവദിക്കുന്നു. ആത്മാവിൽ പുണ്യം വെളിപ്പെടാനും പരിപുഷ്ടി പ്രാപിക്കാനും വേണ്ടിയാണിത്. പരീക്ഷണങ്ങളുടെ കാരണം അതാണ്.